ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ വിശേഷമുണ്ട്. പുതിയൊരാളെ കൂടി നിങ്ങൾക്ക് കാണിച്ച് തരാനും ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ട് വന്നിട്ട് കൂടുതൽ സെയിൽ വീഡിയോ ആണ് ഇടുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. എപ്പോഴും നമ്മുടെ ആടുകളെ കൂടുതലൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഈ ഒരു സുന്ദരിയും മാളു ഒക്കെ അല്ലേ നിങ്ങൾക്ക് കാണിക്കാനുള്ളൂ. അപ്പോൾ അത് മാളു കേട്ടോ, നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച കുട്ടിയാണ്. പിന്നെ വേറൊരാളെ കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. സുന്ദരി അപ്പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇവളെ കൊണ്ട് കൂടുതൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഒരുപാട് വെള്ളം തീറ്റയൊന്നും എടുക്കില്ല കേട്ടോ. പിന്നെ നമ്മുടെ പുൽത്തൊട്ടിയിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കഴിക്കാനൊക്കെ ഇങ്ങനെ ശീലിച്ച് വരുന്നുണ്ട്. നമ്മുടെ സുന്ദരിയുടെ ആ ഒരു ശീലം ഞാനിവിടെ കൊണ്ടുവന്ന അവരുടെ ശീലമല്ല കേട്ടോ. അവരോട് ചോദിക്കും ഞാൻ എങ്ങനെയാണ് വെള്ളം കൊടുക്കാറുള്ളതെന്ന്. എന്നിട്ട് ഞാൻ അതുപോലെയൊക്കെ വാങ്ങിച്ച് കൊടുക്കും. പെട്ടെന്നൊരു മാറ്റം വരുത്തിയില്ല. എന്നാലും പിന്നെ നമ്മുടെ ആടുകളുടെ ആ ഒരു ശീലം, ആ ഒരു സമയത്ത് ഫുഡ് കൊടുക്കൽ, അതൊക്കെ ഇവരെ അങ്ങ് ശീലിപ്പിച്ചെടുക്കാറാണ് പതിവ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഒരാളെ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇവളെ വാങ്ങിക്കുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ കുറച്ച് നമുക്കറിയാവുന്ന ഒരു വീട് തന്നെയാണ് കേട്ടോ. അവിടെ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവരതിനെ കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ 2 ദിവസം മുന്നേ എൻ്റെ അടുത്ത് വന്നിട്ട് അവർ ഇങ്ങോട്ട് വന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട്, എൻ്റെ വീട് അവർക്ക് അറിയില്ല ഏതാണെന്ന്. ഞാൻ ഇവിടെ നിന്നാണെന്ന് പറഞ്ഞു എന്നല്ലാതെ 2-3 വീടൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് കേട്ടോ വീട് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, നീ അന്ന് വന്ന് ചോദിച്ചതല്ലേ, നിനക്ക് വേണമെങ്കിൽ വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പുതിയൊരാളെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണിക്കാം. ഇവളാണ് കേട്ടോ, കറുമ്പിയാണ്, കറുത്തിട്ടുള്ളൊരു ആട്ടിൻകുട്ടിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇവള് നമ്മുടെ മാളുവിൻ്റെയൊക്കെ ഏകദേശം ആ ഒരു വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നതിനേക്കാണ് കുറച്ചുകൂടി ക്ഷീണിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലാണ്. അവിടെ ഒരുപാട് ആടുകളുണ്ടായിരുന്നു, ഒക്കെ കറുത്ത ആടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്താണെന്നറിയില്ല, ഭയങ്കര കരച്ചിലാണ്. പിന്നെ അവൾ വെള്ളം കുടി തീരെ കുറവാണ് കേട്ടോ. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കറുത്ത കുട്ടി ഭയങ്കര കുറവാണ് വെള്ളം കുടി. പിന്നെ ചുമയുണ്ട്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മുടെ സുന്ദരിക്ക് അങ്ങനെ ഇവിടെ അങ്ങനെ ചുമയൊന്നും ഉണ്ടാവാറില്ല. ഇപ്പം മാളുവിനെ കൊണ്ടുവന്നപ്പോഴും ചുമ അവളുടെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജലദോഷമുണ്ട്. പിന്നെ ഇപ്പോൾ കൊണ്ടുവന്ന അവൾക്ക് നല്ല ചുമയുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മൂക്കൊലിപ്പൊക്കെ ഉണ്ട്. വേറെ ഞാൻ മരുന്നൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളം കൂടി വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചിരുന്നു അവരോട്. അപ്പോൾ അവർ പറഞ്ഞു തീറ്റയാണ് കൂടുതൽ, വെള്ളം കൂടി കുറവാണ്, ശരിയായിക്കോളും. പിന്നെ വീടൊക്കെ മാറിയതല്ലേ, അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ചോളത്തോടും തേങ്ങാപ്പിണ്ണാക്കുമാണ്. അപ്പോൾ ഞാൻ തേങ്ങാപ്പിണ്ണാക്കാണ് നമ്മുടെ ഇവിടെ കൊടുക്കാറുള്ളത്. അപ്പോൾ ചോളത്തോടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എന്നാലും കുടിക്കുന്നൊന്നുമില്ല. ഞാൻ പിന്നെ ഒരു ക്രോസ് ബ്രീഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരെണ്ണം കൂടി വാങ്ങിക്കണമെന്ന് കുറച്ചായി വിചാരിക്കുന്നു. പക്ഷേ പിന്നെ ഇത് നല്ല വകയാണ് കേട്ടോ. ഇവളുടെയൊക്കെ ഒരു അമ്മയാടെന്ന് പറയുമ്പോൾ നമ്മുടെ സുന്ദരിയേക്കാളും വലിപ്പമുണ്ട് കേട്ടോ. സുന്ദരി ഒരുവിധം വലിയ മലബാറി ആടാണ്. അവളെക്കാളും ഇടനീട്ടവും നല്ല വലിപ്പമൊക്കെ ഉള്ളൊരു സൈസ് ആടാണ് കേട്ടോ ഇവരുടെയൊക്കെ അമ്മയാട്. അപ്പോൾ അവിടെ 3-4 പേരൊക്കെ ഉണ്ട് അമ്മയാടായിട്ട്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചാണ് ഇവളെ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും തീറ്റയുടെ കാര്യം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുന്ദരിക്ക് ഇനിയിപ്പോൾ ഒരു ക്രോസിങ്ങും പ്രസവമൊന്നും ഇപ്പോൾ ഒന്നും നടക്കില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വേറെ വാങ്ങിച്ചല്ലേ. അതല്ലെങ്കിൽ പിന്നെ ആട് വളർത്തൽ നിർത്തണം. അപ്പോൾ അതാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആടൊക്കെ ഉണ്ടായി ശീലിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നിർത്തുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ. സുന്ദരിക്കാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പ്രായമായതിൻ്റെയൊക്കെ ഉണ്ടാവും, എത്ര വയസ്സായെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വേറെ വാങ്ങിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഒന്നും നിർത്തുന്നില്ല. പിന്നീട് അതിൻ്റെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അപ്പോൾ ആട് വളർത്തൽ നിർത്തേണ്ടി വരും. ഇപ്പോൾ അങ്ങനെ പോക്ക് തന്നെ അങ്ങ് പോട്ടെ, പോണോടത്തോളം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ മാളൂനാണെങ്കിലും ഇപ്പോൾ കൊണ്ടുവന്നവൾക്കാണെങ്കിലും അവരൊക്കെ പ്ലാവിലാണ് കൂടുതലും കൊടുത്ത് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പുല്ലങ്ങനെ കൂടുതൽ കഴിക്കുകയൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇനി ക്ഷീണിച്ചിരിക്കുകയാണ്, 2 പേരും ക്ഷീണിച്ചിരിക്കുകയാണ്. മാള് കുറച്ചൊന്ന് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ക്ഷീണിച്ചു, പിന്നെ ഒന്ന് ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇവളെ ഉഷാറാക്കി എടുക്കണം. അവൾക്ക് ചെന പിടിച്ചിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. ഒരുപാട് വലിപ്പമൊന്നുമില്ല, എന്നാലും അവൾക്ക് ഒരു വയസ്സൊക്കെ പ്രായമൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഒരു വയസ്സോളൊക്കെ ആയിട്ടുണ്ട്. വെച്ചാൽ മാളുവിനേക്കാളും അവളുടെ മുഖമൊക്കെ കുറച്ചൊക്കെ വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ മാളുവിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 6 മാസം 7 മാസം അത്രയൊക്കെ ആയ ഒരു കുട്ടിയുടെ പോലെയാണ് നമുക്ക് തോന്നുക. സുന്ദരി അവിടെ കിടക്കുകയാണ് കേട്ടോ, അവൾക്ക് വയ്യ. ഇപ്പോൾ പറമ്പിലോട്ട് അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സുന്ദരിയുടെ കാലിൻ്റെ കുളമ്പൊക്കെ നല്ല വണ്ണം നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെട്ടി കൊടുക്കാനൊന്നും പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. വെച്ചാൽ അവളുടെ ഈ മുറിവ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഈ അകിടിന് ചെറുതായിട്ടൊരു നീരൊരു സൈഡിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. അകിടി വീക്കം വന്ന് ഒരുവിധമൊക്കെ മാറിയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലൊരു മുറിവായി. പക്ഷെ അത് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. വീണ്ടും അത് ഇളകുന്നതാണോ അവൾ ചാടുന്ന അങ്ങനെ എന്തുകൊണ്ടോ അത് ഇളകിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ആയിട്ടോ. അപ്പോൾ പിന്നെ പറമ്പിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര തൊട്ടാവാടിയാണ് അവിടെ. പിന്നെയെന്ന് വെച്ചാൽ നായും
നായ്ക്കുട്ടികളും ഉണ്ട് കേട്ടോ, പട്ടി പ്രസവിച്ചിട്ട്. അതൊക്കെ ഒരു ആട്ടിൻകുട്ടിയോളം വലിപ്പമായിട്ടുണ്ട് പട്ടിക്കുട്ടികൾ. അപ്പോൾ അവരാണെങ്കിൽ പറമ്പിലോട്ട് അങ്ങ് ഒരാൾ കാല് കുത്തി കഴിഞ്ഞാൽ ഭയങ്കര കുരയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടു വഴിക്കും അങ്ങോട്ട് ഓടിപ്പോവും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇപ്പോൾ പറമ്പിലോട്ട് കൊണ്ടുപോകാറില്ല. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ കുറച്ച് ദൂരെ പോയിട്ടാണ് ഇപ്പോൾ പുല്ലൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. മേലെ നമ്മുടെ തൊട്ടടുത്തുള്ള പറമ്പിൽ വെറും ഈ ഓലപ്പുല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുതലും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഇവർ കഴിക്കില്ല. കുറച്ച് റബ്ബർ തോട്ടത്തിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പല വള്ളികളും ചെറുതായിട്ടുള്ള പുല്ലുകളും കണ്ണി കണ്ട പല ഐറ്റംസും ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നുള്ളിപ്പെറുക്കി കൊണ്ടുവന്നിട്ടാണ്. ഇപ്പോൾ ഒക്കെ തീറ്റ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം തീറ്റ നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാനൊക്കെ ഉണ്ട്. വേനലാകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ വെള്ളത്തിൽ അങ്ങ് കൂടുതൽ ശ്രദ്ധിക്കാം. നല്ലപോലെ വെള്ളം പിണ്ണാക്കൊക്കെ ഇട്ടിട്ട് അങ്ങ് കൊടുത്താൽ മതി, ക്ഷീണം വരാതിരിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്